കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. സമീപ ദിവസങ്ങളിലായി സ്വർണ്ണവില കൂടിയും കുറഞ്ഞും നിൽക്കുകയാണ്. ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും തുടരുകയാണെങ്കിൽ സ്വർണ്ണവില മുകളിലേക്ക് കുതിക്കുമെന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. 2024 സമാനമായോ അതിനേക്കാൾ കൂടുതലായോ 2025 സ്വർണ്ണവില കുതിച്ചുയരുമെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ആഭ്യന്തര വിപണിയിൽ 10 ഗ്രാം സ്വർണത്തിന്റെ വില 90,000 വരെയാകാനും സാധ്യതയുണ്ട്. പണനയത്തിലെയും കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങലിലെയും ചാഞ്ചാട്ടങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. എന്നാൽ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിക്ക് അയവ് വന്നാൽ രൂപയുടെ മൂല്യത്തകർച്ചയിൽ മഞ്ഞലോഹം ദുർബലമാകുവാനും സാധ്യതയുണ്ട്. 23% വളർച്ചയാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണം ഈ വർഷം കൈവരിച്ചത്. ഈ വർഷം ഒക്ടോബർ 30 10 ഗ്രാമിന് 82,400 രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലും സ്വർണം എത്തിയിരുന്നു. വെള്ളിയും മികച്ച പ്രകടനമാണ് 2024 കാഴ്ചവെച്ചത്. 30% നേട്ടത്തോടെ കിലോയ്ക്ക് 1 ലക്ഷം രൂപ എന്ന നിലവാരം മറികടക്കാൻ വെള്ളിക്ക് സാധിച്ചിരുന്നു. ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ, കേന്ദ്ര ബാങ്ക് വാങ്ങലുകൾ, പ്രധാന കേന്ദ്ര ബാങ്കുകളുടെ കുറഞ്ഞ പലിശ നിരക്കിലേക്കുള്ള അനിശ്ചിതത്വം എന്നിവ കാരണം 2025 സ്വർണവും വെള്ളിയും ശക്തമായ പ്രകടനം കാഴ്ചവെക്കുമെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 2024 അപേക്ഷിച്ച് വളർച്ചയുടെ വേഗത മിതമായേക്കാമെങ്കിലും 2025 സ്വർണം പോസിറ്റീവായി തുടരുമെന്ന് LKP സെക്യൂരിറ്റീസ് VP റിസർച്ച് അനലിസ്റ്റ് കമ്മോഡിറ്റി ആൻഡ് കറൻസി ജതീൻ ത്രിവേദി പറഞ്ഞു. ജിയോ പൊളിറ്റിക്കൽ പിരിമുറുക്കങ്ങൾ നിലനിൽക്കുകയോ വർദ്ധിക്കുകയോ ചെയ്താൽ ആഭ്യന്തര സ്വർണ്ണവില 85,000 രൂപയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും മികച്ച സാഹചര്യം സ്വർണം 90,000 രൂപയും വെള്ളി മിതമായ നിരക്കിൽ 1.1 ലക്ഷം മുതൽ 1.25 ലക്ഷം രൂപയിലും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നെന്നും അദ്ദേഹം പറഞ്ഞു. നിരക്ക് കുറയ്ക്കുന്നതിനുള്ള US ഫെഡറൽ റിസർവിന്റെ സമീപനം വിലവർധനവിന്റെ വേഗത കുറയ്ക്കുമെന്ന് ത്രിവേദി ചൂണ്ടിക്കാട്ടി. ആഭ്യന്തര വിപണിയിൽ ഈ വർഷം ജൂലൈയിൽ സ്വർണ്ണ ഇറക്കുമതി തീരുവ 6% കുറയ്ക്കുവാനുള്ള സർക്കാർ തീരുമാനം വിലയെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഉത്സവ സീസണുകളിലും വിവാഹ സീസണുകളിലും വിലയിടിവ് സ്വർണത്തിന്റെ ഭൗതിക ഡിമാൻഡ് വർദ്ധിപ്പിച്ചു. 2024 സാധാരണക്കാർക്ക് അടുത്തെത്താൻ പോലും സാധിക്കാത്ത രീതിയിൽ സ്വർണം വർദ്ധിച്ചുവെങ്കിലും വില കുറയുകയും ചെയ്തിരുന്നു. എന്നാൽ 2025 എന്താകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ.